ഏതു യുദ്ധം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ശാന്തമായിരുന്ന അവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആഴ്ച നോക്കുകയാണെങ്കിൽ യുദ്ധം അതീവ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അമേരിക്ക കടുത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് ഇറാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ കണ്ടതൊന്നും കഴിഞ്ഞ 3-4 മാസങ്ങളായി നമ്മൾ കണ്ടതൊന്നും യുദ്ധമായിരുന്നില്ല. ഇനി വരാൻ പോകുന്നതാണ് യഥാർത്ഥ യുദ്ധം എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. അതിൻ്റെ എല്ലാ അടികൾ നമ്മളുടെ രാജ്യങ്ങളിലേക്കൊക്കെ വരാനും ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കുക? ലോകരാജ്യങ്ങൾ അതിനെങ്ങനെയായിരിക്കും നേരിടേണ്ടി വരിക? അതിനെക്കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? വിദ്യ, ഈ യുദ്ധം പിടിച്ചു നിർത്താൻ ഇനി ആരെക്കൊണ്ടും കഴിയില്ല എന്ന ഘട്ടമെത്തി. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്നൊരു കാര്യം. അതായത് ഇത്രയും നാൾ നമുക്കറിയാം, ഗസ യുദ്ധത്തിൻ്റെ വിഷയമാണെങ്കിലും ഈ ഒരു യുദ്ധമാണെങ്കിലും ഒക്കെ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ യുദ്ധം അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം ഒരു ഏകപക്ഷീയമായ ആക്രമണം ഉണ്ടാകും. അത് കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചടി വരും. അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യത്തിന് തിരിച്ചടി വരുമ്പോൾ അമേരിക്ക, അതുവരെ യുദ്ധം ആക്രമണത്തെക്കുറിച്ച് മാത്രം സംസാരിച്ചിരുന്ന അമേരിക്ക ആ ഘട്ടം മുതൽ വെടിനിർത്തലിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുകയും അതിനുവേണ്ടി തയ്യാറാക്കി വെച്ച 2 മധ്യസ്ഥ രാജ്യങ്ങൾ, മിക്കവാറും ഈജിപ്തും ഖത്തറുമായിരിക്കും, ഇവർ കളത്തിൽ വരികയും അതിനുശേഷം മധ്യസ്ഥ ചർച്ച എന്ന് പറഞ്ഞ് ആദ്യം അങ്ങോട്ടേക്ക് ആക്രമണം നടത്തിയിട്ടുള്ള ആ രാജ്യം, അതായത് ഈ കേസിലാണെങ്കിൽ ഇറാനെ സമീപിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും അമേരിക്കയുടെ തന്നെ ചെലവിൽ ജീവിക്കുന്ന പാകിസ്ഥാൻ്റെ പ്രതിനിധി കളത്തിലിറങ്ങുകയും ഒക്കെ ചെയ്യും. അത് നമ്മൾ ഊഹിച്ചതാണ്. അത് അങ്ങനെ തന്നെയായിരുന്നു സംഭവിച്ചത്. അങ്ങനെ ജൂൺ 15 മുതൽ ചർച്ച നടക്കുന്നു. 17-ാം തീയതി ആയപ്പോഴേക്കും കരാറിൽ ഒപ്പുവയ്ക്കുന്നു, വെടിനിർത്തൽ വരുന്നു. അത്രയും കറക്റ്റായിരുന്നു. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മൾ വിചാരിച്ച, നമ്മളൊക്കെ അത് സാമാന്യ ബുദ്ധി വെച്ച് നമുക്ക് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമായിരുന്നു. പക്ഷെ അതിനുശേഷം എന്താ ഇപ്പോൾ ഈ യുദ്ധം 9 ദിവസമായി. ഈ യുദ്ധം അൺപ്രഡിക്റ്റബിളാണ്. നമുക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും പറയാൻ കഴിയാത്ത തലത്തിലേക്ക് ഈ യുദ്ധം മാറിയിരിക്കുന്നു. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇതിൽ ഇസ്രായേൽ ഇല്ല. ഈ യുദ്ധത്തിൽ 9 ദിവസമായിട്ട് ഇസ്രായേൽ കളത്തിലിറങ്ങിയിട്ടില്ല. ഇസ്രായേലിൽ ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നെതന്യാഹുവിൻ്റെ നില പരുങ്ങലിലാണ്. നെതന്യാഹു ആണെങ്കിൽ തനിക്ക് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടും എന്ന് തന്നെ ഉറപ്പിച്ചിട്ട്, പ്രധാനമന്ത്രി പദം തനിക്ക് നഷ്ടപ്പെട്ടാൽ തൻ്റെ ഭാര്യയെയും മക്കളെയും സുരക്ഷാ ഉദ്യോഗസ്ഥർ 5 വർഷത്തേക്ക് സുരക്ഷ നൽകണം, 5 വർഷത്തേക്ക് കൂടി സുരക്ഷ നൽകി പരിപാലിക്കണമെന്ന് പറഞ്ഞിരിക്കുക. കാരണം ഇറാൻ്റെ വധഭീഷണി നിലനിൽക്കുകയാണ്. അപ്പോൾ നെതന്യാഹു പ്രധാനമന്ത്രി പദം ഒഴിഞ്ഞാൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ ജയിലിലേക്ക് പോകും. ഏകദേശം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭാര്യയും മക്കളും പുറത്താണ്, അവർ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ് നെതന്യാഹുവിൻ്റെ അഭിലാഷം. അപ്പോൾ യുദ്ധം ചെയ്യണം, ഇറാനെ തകർക്കണം, ആണവശക്തി ആകരുത് ഇറാൻ എന്നുള്ളതൊക്കെ നിർത്തി ഇപ്പോൾ ആശാൻ സ്വന്തം കുടുംബം നോക്കിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. അപ്പം ഇസ്രായേൽ യുദ്ധത്തിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധം നിർത്തിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യം പ്രത്യക്ഷത്തിലില്ല. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം, ഈ ഗസയിലേക്ക് അല്ലെങ്കിൽ ഹമാസിന് നേരെ ഇസ്രായേൽ യുദ്ധം നടത്തുന്ന സമയത്തായാലും ഈ സമയത്തായാലും ഒക്കെ ഇസ്രായേലിനിട്ട് അടി കിട്ടി തുടങ്ങുന്ന സമയത്താണ് അമേരിക്ക ഒരു മധ്യസ്ഥന്റെ വേഷമെടുത്തിടാറ്. ഇപ്പൊ ഗസയിലേക്ക് ആദ്യം ഇസ്രായേൽ ആക്രമണം നടത്തിയ സമയത്ത് അന്ന് ജോ ബൈഡൻ ആയിരുന്നു പ്രസിഡന്റ്. ആയുധങ്ങൾ നൽകുന്നു, എല്ലാവിധ പിന്തുണയും നൽകുന്നു, പണം കൊടുക്കുന്നു. ഗറില്ല വാർ ഫ്രണ്ട്, ഹമാസിന്റെ ഗറില്ല വാർ ഫ്രണ്ടിനെ നേരിടാൻ വിരമിച്ച അമേരിക്കൻ ഉദ്യോഗസ്ഥരെ വരെ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുള്ള ആളുകളാണ് അമേരിക്ക. പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതായത് കരയുദ്ധം തുടങ്ങിയ സമയത്ത് ഗസയിൽ നിന്ന്, ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ തിരിച്ചടികൾ ഇസ്രായേലിന് കിട്ടാൻ തുടങ്ങി. അതുപോലെ തന്നെ ലെബനനിൽ നിന്ന് ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ അടി തുടങ്ങി. അതേസമയം ഹൂത്തികൾ ചെങ്കടൽ ബ്ലോക്ക് ചെയ്തിട്ട് ഈ ഇസ്രായേലിൻ്റെ കപ്പലുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കാൻ തുടങ്ങി. ഇതോടുകൂടി ഇസ്രായേൽ വല്ലാതെ കുടുങ്ങിപ്പോയി. ആ ഘട്ടത്തിലാണ് ഉടനെ ജോ ബൈഡൻ അന്ന് ഈ പറയുന്ന രക്ഷകന്റെ വേഷത്തിൽ, മീഡിയേറ്ററുടെ വേഷത്തിൽ വെള്ളപ്രാവ് കണക്ക് പറന്നു വന്നത്. അതുവരെ ആർക്കും ഒരു തരത്തിലുള്ള വെടിനിർത്തലും വേണ്ടിയിരുന്നില്ല. ആ സമയമായപ്പോഴേക്കും 10,000-കണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോൾ ഉടനെ വെടിനിർത്തൽ വരികയാണ്. ലെബനാനുമായിട്ട് വെടിനിർത്തൽ ഉണ്ടാക്കുന്നു, ഇസ്രായേലുമായിട്ട് ഈ ഗസയുമായിട്ട്, ഹമാസുമായിട്ട് വെടിനിർത്തൽ ഉണ്ടാകുന്നു. അത് പിന്നെ കുറച്ചു കാലം കഴിയുമ്പോൾ ആ തിരിച്ചടിയുടെ തീവ്രത കുറയുമ്പോൾ വീണ്ടും ഇസ്രായേൽ യുദ്ധം ചെയ്യും. എന്നിട്ട് പറയും അവർ വെടിനിർത്തൽ കരാർ ലംഘിച്ചു, ഞങ്ങളല്ല അവരാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങും. ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെയും ആദ്യഘട്ടത്തിൽ ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ അടിക്കുന്നു. അപ്പോൾ അവർ പ്രതീക്ഷിച്ചത് ഇറാനിൽ ഉടൻ തന്നെ ഒരു കലാപം ഉണ്ടാകും, അവിടുത്തെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തെരുവിലിറങ്ങും, നമുക്ക് എളുപ്പത്തിൽ ഇറാനെ പിടിച്ചെടുക്കാം. അങ്ങനെ പിടിച്ചെടുത്താൽ ഹോർമൂസ് കടലെടുക്ക് നമ്മൾ കൺട്രോൾ ചെയ്യും. ഇറാനിൽ സമ്പുഷ്ടീകരിച്ച കുറേ യുറേനിയം ഉണ്ട്, അതെടുത്ത് നമ്മൾ അണവായുധം ഉണ്ടാക്കി കളിക്കും. പിന്നെ അതേപോലെ എണ്ണയുണ്ട്, അതെടുത്ത് നമ്മൾ വിൽക്കും. അങ്ങനെയുള്ള ഒരുപാട് ചിന്തകളുമായിട്ട് ഇറങ്ങിയതാണ്. പക്ഷേ ഇറങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ കാര്യം മനസ്സിലായി, നടപടിയുള്ള കേസല്ല. കാരണം ഖാംനെയി കൊല്ലപ്പെട്ടതോടുകൂടി ഇറാൻ്റെ പ്രതികാരം
വളരെ കടുത്തതായി എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇറാനെ പിളർത്താൻ ഇറങ്ങി പുറപ്പെട്ടവർ ആ യുദ്ധം നടത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ ഇറാനൊരു വജ്രായുധവും കൊടുത്തു, ഇറാനെ ഗംഭീരമായി ഒന്നിപ്പിച്ചു. ഇറാൻ ജനത ഒറ്റക്കെട്ടായി, ഭരണകൂടത്തോടൊപ്പം ചേർന്നു, അവരും യുദ്ധത്തിന് തയ്യാറായി. അവരുടെ മുന്നിലും പ്രതികാരം, അതായത് സ്വന്തം രാജ്യത്തിൻ്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ആ ഭരണകൂടവുമായിട്ടുള്ള സകല എതിർപ്പുകളും ഇല്ലാതാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അത് മാറ്റിവെച്ചുകൊണ്ട് അവരൊറ്റക്കെട്ടായി. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇറാൻ പിടിച്ചെടുത്തു. ഇറാൻ അപ്പോഴാണ് മനസ്സിലായത് ഇതിന് വലിയ പവർ ഉണ്ട്, ഹോർമൂസ് നമ്മുടെ കയ്യിലുള്ളത്തോളം കാലം നമ്മൾ ആർക്കും ചെയ്യാൻ പറ്റില്ല, ആരെങ്കിലും വന്നാൽ നമുക്ക് അത് വെച്ച് വിലവേഷം കൃത്യമായി മനസ്സിലായി. അങ്ങനെ ഒടുവിൽ ട്രംപ് ഇസ്രായേലിനിട്ട് തിരിച്ചടി തുടങ്ങി. ഇസ്രായേലിൽ അത്യാവശ്യം വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ഹിസ്ബുള്ളയും കളത്തിലിറങ്ങി. അങ്ങനെ ഇസ്രായേലിൽ വലിയ നാശനഷ്ടങ്ങൾ വരുന്നു. ഇത് പിടിച്ചെടുത്ത് നിൽക്കില്ല. ഹോർമൂസിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ, അമേരിക്കൻ കപ്പലുകളൊക്കെ തകരുകയാണ്. അപ്പോൾ ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇറാൻ്റെ ഉപാധികൾ മുഴുവൻ അംഗീകരിച്ചുകൊണ്ട് ട്രംപ് കരാറിൽ ഒപ്പിടുന്നത്. ഇത് നമ്മൾ പ്രതീക്ഷിച്ചതായിരുന്നു. പക്ഷെ അതിനുശേഷം ഈ വെടിനിർത്തൽ കരാറ് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ ഇറാനെ സംബന്ധിച്ച് വലിയ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. ഉപരോധം ഇല്ലാതാകുന്നു, അന്താരാഷ്ട്ര വിപണിയിൽ ഇടപെടാൻ കഴിയും, ഗൾഫ് രാജ്യങ്ങൾ ഒരു വലിയ തുക സ്വരൂപിച്ച് ഇറാന് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൂടി കിട്ടുമ്പോൾ ഇറാൻ വലിയ കുതിപ്പിലേക്ക് പോകും. അപ്പോൾ ട്രംപ് എന്ത് ചെയ്തു? ഹോർമൂസ് കടലിടുക്കിൽ പുതിയൊരു പാത, അതായത് ഒമാനുമായി ചേർന്നിട്ട് ഇവരുടെ കൂട്ടത്തിൽ ഇവർക്ക് വേണ്ടിയിട്ടൊരു പാത, അതായത് ഇറാന് ഹോർമൂസ് കയ്യിലുള്ളത് കൊണ്ടാണ് ഇറാൻ ഇത്രയും ബാർഗൈനിങ് കപ്പാസിറ്റി ഉണ്ടായത്. നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവർ എന്ന് പറയുന്നത് ഹോർമൂസ് ആണ്. എങ്കിൽ പിന്നെ കുറച്ച് നമുക്ക് എടുക്കാം, നമുക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, നമുക്കൊരു പവർ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ഒമാനിൽ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അവിടെയാണ് വീണ്ടും കാര്യങ്ങൾ തെറ്റിയത്. അവിടെ അതോടുകൂടി ഇറാൻ ഇതിലെ ചതി മനസ്സിലായി. അതായത് ഇറാൻ ഇനി ഹോർമൂസിൽ വെച്ച് വിലപേശിയാൽ ഹോർമൂസിൽ പുതിയൊരു പാത തുറന്ന് ആ വഴി ഇവർ കപ്പലുകൾ കൊണ്ടുപോകുമെന്നും ഇറാൻ്റെ ബാർഗെയിനിങ് പവർ ഇല്ലാതാകുമെന്നും ഇറാൻ തിരിച്ചറിയുന്നു. അങ്ങനെയാണ് ഇറാൻ ശക്തമായിട്ട് ഇപ്പോൾ ആക്രമണം, അന്ന് കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയത്. തങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിലും ആണെന്നാണ് പൊതുവിൽ വിവരങ്ങൾ വരുന്നത്. ഇനി ഇറാൻ്റെ തലയിലിടാൻ മറ്റുള്ളവരാരെങ്കിലും നടത്തിയതാണെങ്കിൽ പോലും ആ സംഭവത്തോടു കൂടി വലിയ യുദ്ധമാണ്. അപ്പോൾ ഇവിടെ ഇസ്രായേൽ കൂട്ടത്തിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇത് നെഗോഷിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണ്? അമേരിക്കയ്ക്ക് ഒന്നും സംഭവിക്കാനില്ല. അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകരുന്നു എന്നുള്ളത് കൃത്യമാണ്. പക്ഷെ അവിടെ നിന്ന് നേരത്തെ തന്നെ അമേരിക്കൻ പൗരന്മാരെയും ഉദ്യോഗസ്ഥരെയും പട്ടാളക്കാരെയും അവരുടെ വിമാനങ്ങളും ഒക്കെ മാറ്റിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം, അമേരിക്കയ്ക്കുള്ളിലേക്ക് ഒരു ആക്രമണവും നടക്കുന്നില്ല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനകത്തേക്ക് 4000-5000 കിലോമീറ്റർ അകലെയുള്ള ആ രാജ്യത്തേക്ക് ഇറാൻ എന്തായാലും ആക്രമണം നടത്തിയിട്ടില്ല, നടത്താനും പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. പിന്നെ അമേരിക്കൻ ഉന്നതര് പ്രധാനപ്പെട്ട തസ്തികളിലുള്ള ആരും പശ്ചിമേഷ്യയിലില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അടി കിട്ടുന്നത് ആർക്കാണ്? ഗൾഫ് രാജ്യങ്ങൾക്കാണ്. അത് കിട്ടിക്കോട്ടെ എന്നാണ് അമേരിക്ക വിചാരിക്കുന്നത്. കാരണം ഹോർമൂസ് അടഞ്ഞു കിടക്കുമ്പോൾ അപ്പുറത്ത് എണ്ണക്ഷാമം ഉണ്ടാകും. ആ എണ്ണക്ഷാമം തീർക്കാൻ കൂടിയ വിലയ്ക്ക് എണ്ണ വിൽക്കാൻ അമേരിക്കയ്ക്കൊരു പഴുതുണ്ട്. കാരണം വെനസ്വേല അമേരിക്കയുടെ കയ്യിലിരിക്കുക. വെനസ്വേലയാണ് ലോകത്ത് 2-മത്തെയോ 3-മത്തെയോ സ്ഥാനത്ത് നിൽക്കുന്ന എണ്ണ ഉൽപ്പാദക രാജ്യം, അല്ലെങ്കിൽ എണ്ണ സംഭരണമുള്ള എണ്ണ ഉള്ള രാജ്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊരു വലിയ ബിസിനസ് ഡീലാണ്. എന്ന് മാത്രമല്ല, ലോകത്ത് എണ്ണക്ഷാമം ഉണ്ടാകുമ്പോൾ ചൈനയുൾപ്പെടെയുള്ള, ചൈന 70% എണ്ണയും വെനസ്വേലയിൽ നിന്നാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചൈനയുൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ എണ്ണ കിട്ടാൻ വേണ്ടി ട്രംപ് പറയുന്ന വഴിക്ക് വരും എന്നൊരു കണക്കുകൂട്ടലും അതിൻ്റെ പിറകിലുണ്ട്. അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി എന്ന നിലയിൽ ഹോർമൂസ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അത് കിട്ടിയാൽ ലോട്ടറി, ഇല്ലെങ്കിൽ അങ്ങനെ നിൽക്കട്ടെ. അങ്ങനെ നിൽക്കുമ്പോൾ ഹോർമൂസ് അടഞ്ഞു കിടക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഗൾഫ് രാജ്യങ്ങൾ എണ്ണ കൊടുക്കാൻ പറ്റാതെ വരും, ക്ഷാമം വരും, എണ്ണ വില കൂടും. ഈ വില കൂടുമ്പോൾ ട്രംപ് അപ്പുറത്തുനിന്ന് വെനസ്വേലയിൽ നിന്ന് എണ്ണ കൊടുക്കും, ലാഭം ഉണ്ടാക്കും. അത് വെനസ്വേല മാത്രമല്ല കേട്ടോ, ട്രംപ് അമേരിക്കയുടെ പക്കൽ മറ്റ് പല സ്ഥലങ്ങളിലുമായിട്ട് വലിയ എണ്ണ നിക്ഷേപങ്ങളുണ്ട്. അപ്പോൾ അത് ഒരു വലിയ മാർഗമാണ്. അതുപോലെ റഷ്യയെ സംബന്ധിച്ചാണെങ്കിലും സമാനമായ രീതിയിൽ നേട്ടം ഉണ്ടാകുന്നുണ്ട്. റഷ്യയെ സംബന്ധിച്ചും എണ്ണ വില കൂടിക്കഴിഞ്ഞാൽ റഷ്യക്ക് സ്വന്തം നിലയ്ക്ക് അവരുടെ എണ്ണപ്പാടങ്ങളിൽ നിന്ന് എണ്ണ പല രാജ്യങ്ങളിലേക്കും കൊടുക്കാം. അപ്പോൾ റഷ്യ തങ്ങളെ ബ്ലോക്ക് ചെയ്യാതിരിക്കാൻ, തങ്ങളെ മറികടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നത്. അല്ല, ഇറാനുമായി ബന്ധപ്പെട്ട റഷ്യയുമായി ബന്ധപ്പെട്ട ആർക്കും എണ്ണ വ്യാപാരം നടത്താൻ പാടില്ല, അല്ലെങ്കിൽ അവരുമായിട്ട് എണ്ണ നടത്തരുത് എന്ന് ട്രംപ് പറയുന്നത് തൻ്റെ കയ്യിലുള്ള ആ സ്റ്റോക്ക് വിറ്റ് തീർക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇതിൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി. അതെ. അപ്പോൾ അതിൻ്റെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം അവസാനിച്ചില്ലെങ്കിലും പ്രത്യക്ഷത്തിൽ ട്രംപിനോ അമേരിക്കയ്ക്കോ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല.
ഇപ്പോൾ ആഗോളതലത്തിൽ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായാലും എണ്ണ വിറ്റ് അമേരിക്ക പിടിച്ചു നിൽക്കും. സ്റ്റോക്ക് മാർക്കറ്റാണ് അമേരിക്കയെ ബാധിക്കാൻ പോകുന്നൊരു പ്രശ്നം. അത് വലിയ തോതിൽ ബാധിക്കുകയും ചെയ്യും. പക്ഷേ അമേരിക്കയുടെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ ഒറ്റയടിക്ക് ഈ യുദ്ധം കൊണ്ട് തകർക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് എന്ത് ചെയ്യാം? യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കാം. ഇസ്രായേൽ കളത്തിലില്ല, ഇസ്രായേലിന് അടിയൊന്നും കിട്ടുന്നില്ല. ഓക്കെ, ഇസ്രായേലിന് അടി കിട്ടുമ്പോഴാണ് അമേരിക്കയ്ക്ക് നോക്കുന്നത്. അപ്പോൾ ഇസ്രായേൽ കളത്തിലില്ല, പിന്നെയുള്ളത് അറബ് രാജ്യങ്ങളാണ്, കിട്ടിക്കോട്ടെ നാലെണ്ണം കുഴപ്പമില്ല എന്ന മൈൻഡാണ്. അമേരിക്കയെ സംബന്ധിച്ച് ഗൾഫ് രാജ്യങ്ങളുടെ വളർച്ച എന്നുള്ളത് അമേരിക്കയെ അല്ലെങ്കിൽ സാമ്രാജ്യത്വ പാശ്ചാത്യ ശക്തികളെ വല്ലാതെ വിഷമിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന ഒന്നാണ്. കാരണം ലോക സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും വലിയ നെടുനായകന്മാർ ഞങ്ങളാണെന്നുള്ളതാണ് അമേരിക്ക പറയുന്നത്. മറ്റൊരു ചേരിയും ലോകത്തില്ല. അപ്പോൾ ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ചേരുന്ന, അറബ് രാജ്യങ്ങളും ഒക്കെ ചേരുന്ന ഒരു പശ്ചിമേഷ്യൻ യൂണിറ്റി ഉണ്ടായാൽ അത് ലോകത്തിലെ ഏറ്റവും വലിയ ശാക്തിക ചേരിയായിരിക്കും. എല്ലാ തരത്തിലും, സമ്പത്തിൻ്റെ കാര്യത്തിലായാലും ടെക്നോളജിയുടെ കാര്യത്തിലായാലും സായുധമായിട്ട് ആയുധങ്ങളുടെ കാര്യത്തിലായാലും എല്ലാ തരത്തിലും ഈ ഒരു ചേരി ഉണ്ടായാൽ അത് അമേരിക്കൻ ചേരിയെ കടത്തിവിട്ടും. അതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ഭീഷണി. ഏതോ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഗൾഫ് രാജ്യങ്ങൾ ഇത് തിരിച്ചറിയാത്തത്? ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോഴും സൈനിക കേന്ദ്രങ്ങൾ അവിടെ നിന്ന് മാറ്റണമെന്ന് ശക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നത്തിന് വലിയൊരു പരിഹാരമാവാൻ സാധ്യതയുള്ളതല്ലേ? അല്ല, അങ്ങനെ ഗൾഫ് രാജ്യങ്ങൾക്ക് ഒരു സുപ്രഭാതത്തിൽ ഈ സൈനിക കേന്ദ്രങ്ങൾ അവിടെ മാറ്റാൻ കഴിയില്ല. ഒന്ന്, ഇത് അന്താരാഷ്ട്ര കരാറുകളുടെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഇതൊക്കെ. അതും ഈ ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്ക പല യുദ്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരുക്കി കൊടുത്തിട്ടുള്ള സംവിധാനമാണ്. അതായത് ഇപ്പം അഫ്ഗാൻ ആക്രമണം, അധിനിവേശം, ഇറാഖ് അധിനിവേശ കാലഘട്ടങ്ങളിലൊക്കെയാണ് പല ഈ പറയുന്ന സൈനിക കേന്ദ്രങ്ങളുടെയും അപ്ഡേഷൻസ് അവിടെ ഉണ്ടാവുന്നത്. അപ്പം ആ സൈനിക കേന്ദ്രങ്ങൾ അവിടെ സ്ഥാപിക്കാൻ ഇടം നൽകുമ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് അമേരിക്ക കൊടുത്തിട്ടുള്ള ഉറപ്പെന്ന് പറയുന്നത്, നിങ്ങളെ ഞങ്ങൾ സംരക്ഷിച്ചുകൊള്ളാം, നിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ആക്രമണവും ഞങ്ങൾ ചെറുത്തുകൊള്ളാം. അന്ന് അവർ ചൂണ്ടിക്കാണിച്ചത് ഇറാനെയും ഐസിസിനെയും ഒക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. അഫ്ഗാനെയൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇവർ പറയുന്നത്, ഇതൊക്കെ മറ്റ് ഗ്രൂപ്പുകളാണ്, അപ്പോൾ ഇവരേത് നിമിഷവും നിങ്ങളെ ആക്രമിച്ച് നിങ്ങളെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷനായിട്ട് നമ്മളിവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു തന്ത്രം. അപ്പോൾ ഈ പറയുന്ന പല ഭീകര സംഘടനകളുടെയും സപ്പോർട്ടേഴ്സ് അമേരിക്ക തന്നെ ആയിരുന്നു എന്നും കഥകളുണ്ട് കേട്ടോ. അതായത് അമേരിക്ക തന്നെ ഇവരെ വളർത്തുന്നു, ഇവരെ കാണിച്ചിട്ട് ഇവരെ ഭീഷണിപ്പെടുത്തുന്നു, തങ്ങളുടെ കാര്യം നേടുന്നു. ഇവിടെയും ഈ യുദ്ധത്തിലും ഏതാണ്ട് അങ്ങനെയൊക്കെയാണ്. ഇസ്രായേലിന് ചാരി ഇറാന് നേരെ ആക്രമിച്ചു, പക്ഷെ അമേരിക്കയുടെ ഇന്റൻഷൻ ഹോർമുസ് ആയിരുന്നു. അതിപ്പോഴും അമേരിക്ക വിട്ടിട്ടില്ല. ആണവ വിഷയം വിട്ടു, ഇറാന്റെ ഭരണ നേതൃത്വത്തെ മാറ്റണം എന്നുള്ള വിഷയം വിട്ടു, സകല വിഷയങ്ങളും അമേരിക്ക വിട്ടു, പക്ഷെ ഹോർമുസിൽ പിടിവിട്ടിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം, ഇപ്പൊ ഹോർമുസ് മാത്രമാണ് ട്രംപിന്റെ ചിന്ത. അപ്പൊ അതിന്റെ അർത്ഥം ഇസ്രായേലിനെ കൊണ്ട് പറയിച്ചതോ അല്ലെങ്കിൽ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിയോ അമേരിക്ക ഹോർമുസ് പിടിക്കാനുള്ള കളിയാണ് ഈ കളിച്ചത് മുഴുവൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇറാന്റെ ആണവ ശേഖരം, യുറേനിയം ശേഖരം, എണ്ണ ശേഖരം പ്ലസ് ഹോർമുസ്, ഇത് മൂന്നും കൂടി ചേരുന്ന ഒരു വലിയ വിപണി അല്ലെങ്കിൽ ഒരു വലിയ സമ്പദ് ശേഖരം, ഒരു എന്താ പറയുക, നമ്മൾ നിധി എന്നൊക്കെ പറയില്ലേ, നിധി കുംഭം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു ട്രംപിന് ഉണ്ടായിരുന്നത് എന്ന് ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് സംശയിക്കാം. അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ യുദ്ധം നടത്തേണ്ട ഒരു ആവശ്യമില്ല. അമേരിക്കയിൽ ട്രംപിനെതിരെ വലിയ പ്രതിഷേധം വരുന്നുണ്ട്, എല്ലാം സംഭവിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷെ ആത്യന്തികമായി ട്രംപിന്റെ ലക്ഷ്യം എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ട്രംപിന്റെ ലക്ഷ്യം ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ നന്നാക്കലോ യുദ്ധമില്ലാതിരിക്കലോ ഒന്നുമല്ല. സമാധാനം ഒരിക്കലും അല്ല. ഹോർമുസ് പിടിച്ചെടുക്കുക, ഇറാനെ പരിപൂർണമായി ഇല്ലാതാക്കിയിട്ടാണെങ്കിൽ പോലും അവിടുത്തെ എണ്ണപ്പാടങ്ങൾ സ്വന്തമാക്കുക, സമ്പുഷ്ടീകരിച്ച യുറേനിയം അത് വേറെ ആരും ഉപയോഗിക്കാത്ത രീതിയിൽ എടുത്തുകൊണ്ട് പോവുക. ഇതാണ് ട്രംപിൻ്റെ 3 ലക്ഷ്യം. ഇതിനു വേണ്ടിയാണ് ഇക്കട്ട കളി മുഴുവൻ കളിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായി അറിയാവുന്ന ഇറാൻ അവസാന ശ്വാസം വരെയും ഹോർമുസിൽ നിന്നുള്ള പിടിവിടില്ല, ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം നിർത്തില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തി അമേരിക്കയുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് ബോധ്യപ്പെടുത്തി ഗൾഫ് രാജ്യങ്ങളെ അമേരിക്കയിൽ നിന്ന് തുരത്താൻ കഴിയുമോയെന്ന് അറിയില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് അമേരിക്കയെ തുരത്താൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള ഇപ്പോഴുള്ള ബന്ധത്തിൽ ഒരു വലിയ വിള്ളൽ വീഴ്ത്താനും ഈ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാനും ഉതകുന്ന വിധത്തിലേക്ക് കാര്യങ്ങളെ മാറ്റാൻ ഒരുപക്ഷെ ഇറാന് കഴിയും. കാരണം ഒരു ചെറിയ സംഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഈ ഹോർമൂസിൽ 20% ടോൾ പിരിക്കണമെന്ന് ട്രംപ് ഇതിനിടയിൽ ഒരു തവണ പറഞ്ഞിരുന്നു. അന്ന് ഗൾഫ് രാജ്യങ്ങൾ ശക്തമായിട്ട് എതിർക്കുകയും ട്രംപിന് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നത് ഒരു സൂചനയാണ്. ട്രംപിന്റെ ഇരട്ടത്താപ്പും ഈ പറയുന്ന ലാഭക്കൊതിയും ബിസിനസ് കണ്ണും ഈ യുദ്ധത്തിനിടയിലും കച്ചവടം നടത്തുന്ന ആ കണ്ണും ഒക്കെ ഗൾഫ് രാജ്യങ്ങൾ തിരിച്ചറിയുന്നുണ്ട് എന്നതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് പോകാനുള്ള
സാധ്യതയില്ല. അത് കരാറ് മാത്രമല്ല, ഇപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളും അമേരിക്കയൊക്കെ തമ്മിൽ ഒരുപാട് സാങ്കേതിക വിദ്യയിലും മറ്റു പല കാര്യങ്ങളിലും കരാറുകളും മറ്റു കാര്യങ്ങളൊക്കെ നിലവിലുണ്ട്. അപ്പം അതുകൊണ്ട് പൊടുന്നനെ അമേരിക്കയെ അറ്റാക്ക് ചെയ്യാനോ അമേരിക്ക ഓടിക്കാനൊന്നും ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയില്ല. ഈ അന്താരാഷ്ട്ര കരാറിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമ്മൾ അന്താരാഷ്ട്ര ഏജൻസികൾ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭ ഈ ആണവോർജ ഏജൻസികളൊക്കെ ഇത്തരത്തിലൊരു രാജ്യത്തിൻ്റെ ആണവ ശക്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ആണവ കേന്ദ്രത്തിലേക്ക് ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് എത്രമാത്രം വലിയ ഭീഷണിയാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പക്ഷേ ഇത്രയും വലിയൊരു ഭീഷണി ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ നേരിട്ട് വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ ഏറ്റിട്ടില്ലായിരിക്കാം. പക്ഷെ എന്നാൽ പോലും ഒരു ആണവ നിലയം ആക്രമിക്കാൻ അമേരിക്ക മുതിർന്നു എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള ഏജൻസികൾ എന്തുകൊണ്ടായിരിക്കും അതിനെ തടയാത്തത്? അല്ലെങ്കിൽ അതിനെ ഒരു നിയമങ്ങൾ എപ്പോഴും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമല്ലോ. മറ്റൊരു രാജ്യത്തിനാണ് ഈ ഒരു പ്രശ്നം വന്നതെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഏജൻസികൾ എല്ലാവരും ഇടപെട്ടേനെ. പക്ഷെ ഇറാന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായിട്ട് അതൊന്നും ഇവരാരും ഒന്നും ശബ്ദിക്കുന്നില്ല എന്നുള്ളതല്ല, അമേരിക്കയോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ തുടക്കത്തിൽ പലതവണ ഇക്കാര്യത്തിൽ അപലപിക്കുകയും ആശങ്ക രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടാണ്. ഇപ്പോൾ ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന മോദിയാണ് രാജ്യം ഭരിക്കുന്നത്. ഇന്ത്യ തന്നെ എത്ര തവണ ഈ പ്രശ്നം പരിഹരിക്കണം, ഇത് പശ്ചിമേഷ്യയ്ക്ക് വലിയ ആശങ്ക ഉണ്ടാകുന്നതാണ്, ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? അമേരിക്ക ഒരു കാര്യം തീരുമാനിച്ചാൽ ആരും ചോദിക്കാൻ പറയും വേണ്ട എന്നൊരു സിസ്റ്റം അവർ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പലസ്തീനിലേക്ക് നടന്നിരുന്ന യുദ്ധം, ഗസയിൽ നടത്തിയിട്ടുള്ള ആക്രമണം, അത് എത്ര വലിയ മനുഷ്യത്വ വിരുദ്ധമായ നടപടിയായിരുന്നു. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ കമ്മീഷന്റെ സെക്രട്ടറിയും പ്രസിഡന്റും ചെയർമാനും എല്ലാവരും സകല ആളുകളും അപലപിച്ചില്ലേ? ഐക്യരാഷ്ട്ര സഭയിൽ എത്ര തവണ പ്രമേയം വന്നു, അമേരിക്ക അത് വീറ്റോ ചെയ്തു, സവിശേഷ അധികാരം വെച്ചിട്ട് ആ പ്രമേയം തള്ളിക്കളയിച്ചു. അപ്പൊ അങ്ങനെ അമേരിക്ക ഇവിടെ ഒരു കാര്യം തീരുമാനിച്ചാൽ അത് അങ്ങനെ ഇങ്ങ് നടക്കും എന്നൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അമേരിക്കയ്ക്ക് അതിനുള്ള ന്യായങ്ങളും ഉണ്ട്. ഇതിനു മുമ്പ് പലതവണ യുദ്ധങ്ങൾ ഉണ്ടായപ്പോഴും അമേരിക്ക പറഞ്ഞത്, അല്ലെങ്കിൽ വെനസ്വലയിലേക്ക് നടന്ന ആക്രമണം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറി ആ രാജ്യത്തെ പ്രസിഡന്റിനെ പിടിച്ച് ഈ അമേരിക്കയിലെ ജയിലിൽ കൊണ്ടിടുന്നതിനൊക്കെ എന്ത് ജസ്റ്റിഫിക്കേഷനുള്ളത്? ഇപ്പം ഞാൻ പറയട്ടെ, നാളെ നമ്മുടെ രാജ്യത്ത് കടന്നു കയറി നമ്മുടെ ഭരണാധികാരി ഇതുപോലെ അമേരിക്ക പിടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിസ്റ്റം അമേരിക്ക ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലോകം, അതാണ് അമേരിക്ക ലോക പോലീസ് എന്ന് പറയുന്നത്. ലോകത്തെ മുഴുവൻ അഫ്ഗാനിലേക്ക് ആക്രമണം നടത്തിയ എന്തിനായിരുന്നു? അവിടെ ഭീകരവാദ സംഘങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നടത്തിയത്. ഇറാഖിലേക്ക് അധിനിവേശം നടത്തിയ എന്തായിരുന്നു? അതും ഇതൊക്കെ തന്നെ പറഞ്ഞിട്ടാണ് നടത്തിയത്. ഇതൊക്കെ നടത്താൻ ഇയാൾ ആരാ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്ക ആരാണ്? അമേരിക്കയ്ക്ക് ആരാണ് അധികാരമുണ്ട്? ആ അന്താരാഷ്ട്ര നിയമ പുസ്തകങ്ങളിൽ, അന്താരാഷ്ട്ര കരാറുകളിൽ അങ്ങനെയുണ്ടോ? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അമേരിക്ക ചെയ്യുന്നൊരു നയം ഇതാണ്, അവരിങ്ങനെ ചെയ്യും, അതെല്ലാവരും അനുസരിച്ചോളുക. അതിനെതിരെ നിന്ന് ഒരേ ഒരു രാജ്യം ഇത്രയും കാലം പിടിച്ചു നിന്നൊരു രാഷ്ട്രം എന്ന് പറയുന്നത് ഇറാനായിരിക്കും. ആ ഇറാനെ ചുറ്റിപ്പറ്റി ഒരു ശാക്തിക ചേരി വളരുന്നുണ്ടെന്നും അത് പൂർവാധികം ശക്തിയോടെ അമേരിക്കയെ കീഴടക്കുമെന്നുമുള്ള ഭയത്തിന്റെ പുറത്താണ് ഇപ്പോൾ ഇത്രയും വലിയ ആക്രമണങ്ങൾ അവിടെ നടക്കുന്നത്. ആ എഗ്രിമെന്റ് എന്ന് പറയുന്നത്, ഹോർമൂസ് തുറക്കാൻ വേണ്ടി അമേരിക്ക ഇറാനുമായി ഒപ്പിട്ട എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഇറാന് സൂപ്പർ പവർ ആവാനുള്ള ഒരു വഴിയായിരുന്നു. അതിലേക്ക് ഇറാൻ അടുക്കുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ഹോർമൂസ് തുറന്ന് കുറച്ച് കപ്പലുകൾ പോയി ആ പ്രശ്നം ഒന്ന് താന്നു എന്ന് മനസ്സിലായപ്പോഴാണ് ട്രംപ് വീണ്ടും അടി തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവസാനിക്കാനുള്ള ഒരു സാധ്യതയുമില്ല. പക്ഷേ മുമ്പത്തേതിൽ നിന്നും ഇതുവരെ നടന്നിട്ടുള്ള ആക്രമണങ്ങളിൽ നിന്ന് വിഭിന്നമായി അതിതീവ്രമായ ആക്രമണമാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഏതവസ്ഥയിലേക്ക് പോകുമെന്ന് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഇറാൻ്റെ ജനവാസ കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയൊക്കെ അടി വരുമ്പോൾ തിരിച്ചും അതുപോലെ അടി വരികയാണ്. ഗൾഫ് മേഖലയിലേക്ക് അടിക്കാണ്, കുവൈറ്റിലെ വൈദ്യുത നിലയങ്ങളിലേക്കൊക്കെ അടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കൂടും, തീവ്രത കൂടും. ഇറാനെ സംബന്ധിച്ച് ഈ പറയുന്ന അറബ് രാജ്യങ്ങളെ തകർക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. അവർക്ക് അത്രയും അടുത്താണ്. അന്ന് മാത്രമല്ല, അമേരിക്കയ്ക്കാണെങ്കിൽ അറബ് രാജ്യങ്ങൾ തകർന്നാൽ ഉണ്ടാകുന്ന ഗുണങ്ങളുള്ളത് കൊണ്ട് അമേരിക്കയായിട്ട് ഇനി ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ഇറാൻ്റെ കാലിൽ വീഴാൻ പോകുന്നില്ല. ഇസ്രായേലും സേഫാണ്, അവിടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളുമായിട്ട് അത് വേറെ വഴിക്ക് തന്നെ പോവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഈ യുദ്ധം വികസിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്.